ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് 3 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതിന് ആദ്യം ഞാൻ രണ്ടായിട്ട് മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി 4ആക്കി. മനസ്സിലായല്ലോ? 4ആയിട്ട് കറക്റ്റ് തുണി മടക്കി ഇട്ടതിന് ശേഷം തുണി ആദ്യം നമ്മൾ ഒന്ന് ലെവൽ ചെയ്യണം. 4 പീസുണ്ട്. അല്ല, 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ 4 നമ്മളപ്പോൾ ഓക്കെ അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്യണം. അടിഭാഗത്ത് മടക്കി തയ്ക്കാനായി തുണി ഉള്ളതിനനുസരിച്ച് വേണം മടക്കിയിടുക. അടിഭാഗം നമുക്ക് ഈ വീതി കൂട്ടി മടക്കി തയ്ക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചായാലും മതി കേട്ടോ. ഇത് നമുക്ക് തുണിയുണ്ട്, നിങ്ങളുടെ അളവിനനുസരിച്ച് തുണിയുണ്ട്, അതുകൊണ്ട് 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. എനിക്ക് വേണ്ടുന്ന ഇറക്കം 51. അപ്പോൾ നമ്മളിവിടെ മടക്കി തയ്ക്കാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ടേപ്പ് നേരെ വെച്ചിട്ട് 51 ഇറക്കം എടുക്കണം. അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനായിട്ട്. അപ്പോൾ 51.5. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ഷോൾഡർ എടുക്കണം. എനിക്ക് കിട്ടിയേക്കുന്ന ഷോൾഡർ 15ആണ്. 15ൻ്റെ പകുതി എടുക്കണം. അപ്പോൾ 7.5 എടുക്കണം. 15ൻ്റെ ഷോൾഡർ 15ആണ്, അതിൻ്റെ പകുതി 7.5. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൈക്കുഴി കാണണം. കൈക്കുഴി എടുക്കുമ്പോൾ അവിടെ നമുക്ക് 7.5 മാർക്ക് ചെയ്യാം. കൈക്കുഴി ഷോൾഡർ 7.5, കൈക്കുഴി 7. ഇവിടെ നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കണം. 7.5 കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുത്തത്. ചെസ്റ്റ് വന്നേക്കുന്നത് 41ആണ്. 41ൻ്റെ 4-1 ഭാഗം എടുക്കണം. നമ്മൾ 4ആയിട്ടല്ലേ മടക്കിയിട്ടേക്കുന്നത്. 41ൻ്റെ 4-1 എത്ര വരും? 10.25. 10.25 മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അന്നേരം ഈ എൽ ഷേപ്പിൽ ഇപ്പം നമ്മുടെ ആം ഹോൾ കൈക്കുഴിയുടെ ചെസ്റ്റിൻ്റെയും കൂടെ ലൈൻ ശരിയാക്കി. അപ്പോൾ അവിടെ നമുക്ക് ഈ എൽ ഷേപ്പ് ഇവിടെ നമുക്ക് ആം ഹോൾ കുഴിച്ചു വെട്ടണം, അതായത് കൈ കുഴിച്ചു വെട്ടണം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിനോട്ട് ഇങ്ങനെ കൈ കുഴിച്ചു വിടും. ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണം 10.25 അവിടെ തൊട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഷേപ്പ് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ലെന്ത്, അതായത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് ആ ലെന്ത് നോക്കണം. 14ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വേസ്റ്റ് ലെന്ത് 14. നമുക്ക് ടേപ്പ് എടുക്കാതെ തന്നെ ഹിപ്പും കൂടെ നോക്കണം. ഹിപ്പിന് വരുമ്പോൾ 42ആണ്. 42ൻ്റെ 4-1 ഭാഗം 10.5 വരും. വേസ്റ്റ് ലെന്ത് 14. നമ്മൾ ടേപ്പ് അതേപോലെ വെച്ചിട്ട് നമ്മുടെ ഹിപ്പ് ലെന്ത് കൂടെ മനസ്സിലാക്കണം. ഹിപ്പ് ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് നമ്മുടെ അവിടുത്തെ ഭാഗം 22ആണ്. അപ്പോൾ അതുകൂടെ നമുക്കങ്ങ് ലൈൻ ഇട്ടണം. ഇനി ഈ ഭാഗത്തെ വണ്ണം കാണണം. ഓക്കെ. ചെസ്റ്റ് ലൈൻ കണ്ടു, 10.25 ഉണ്ട്. ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം 9.5ആണ്, അതായത് 38ആണ്. 38ൻ്റെ 4-1 ഭാഗം 9.5. ഓക്കെ. വേസ്റ്റ് ഭാഗത്തെ വണ്ണം 42ആണ്, 10.5. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെ 1.5, ഇവിടെ 1.5. ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ വീതി അങ്ങ് എടുക്കണം കേട്ടോ. നൈറ്റിക്ക് ആ കിട്ടുന്ന വീതി അങ്ങ് എടുക്കണം. കണ്ടോ? ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം വേസ്റ്റ് ഒരുപാടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, അവിടെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആ ഉള്ള തുണിയുടെ വീതി അങ്ങ് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പിൽ തയ്ക്കുന്നതാണ്, ഈ ചുരിദാർ മോഡൽ തയ്ക്കുന്നതാണ് കറക്റ്റ് ഇതേപോലെ. മനസ്സിലായല്ലോ? നമ്മൾ ചുരിദാർ മോഡൽ നൈറ്റി തയ്ക്കുമ്പോഴാണ് ഇതേപോലെ അളവെടുക്കുന്നത്. ഓക്കെ. നമ്മൾ നൈറ്റിക്ക് സാധാരണ വേസ്റ്റ് ഭാഗത്തെ ഒന്നും എടുക്കാറില്ല.
പക്ഷെ നമ്മൾ ചുരിദാർ മോഡൽ തയ്ക്കുമ്പോൾ വേസ്റ്റ് ഭാഗത്ത് വണ്ണം കൂടെ കണ്ടിട്ട് ഇറക്കവും കണ്ട് അവിടുത്തെ വണ്ണം കൂടെ കണ്ട് ഷേപ്പിൽ വരും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഈ ചുരിദാർ മോഡൽ അല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് വണ്ണും വേസ്റ്റ് വണ്ണും കണ്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് പോകും കേട്ടോ. ഓക്കെ, രണ്ട് മനസ്സിലായല്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉണ്ട് ഈ കട്ട് നമ്മൾ കണ്ടോ, ഇവിടെ ജോയിൻറ്റ് ഇല്ലല്ലോ, കട്ടിങ് ഇല്ലല്ലോ. ഈ ഭാഗമാണ് നമ്മൾ കൈക്കെടുക്കുന്നത്, കട്ടില്ലാത്തതുകൊണ്ട് കേട്ടോ. നമ്മൾ വേസ്റ്റ് ചെസ്റ്റ് വണ്ണം ഇവിടെയാണ് തയ്യൽ തുമ്പത്. കണ്ട ഇതേപോലെ തുണി ഇച്ചിരി മുകളിലോട്ട് പിടിച്ചിട്ട് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണേ. അതായത് നമ്മുടെ ഇവിടുത്തെ വീതി എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ കാണണം. 17ൻ്റെ പകുതി 8.5 വരെ അല്ലേ, 8.5 പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ഇഞ്ച് മുകളിലാക്കിയിട്ട് ഇതേപോലെ ഡോട്ടിട്ട്, അതായത് നമ്മൾ സൈഡ് അടിച്ച് വരുമ്പോൾ തൂങ്ങിക്കിടക്കാതെ ഇങ്ങനെ ഒരു ചരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ഷേപ്പ് കൊടുക്കുക കേട്ടോ. കണ്ടോ, അല്ലെങ്കിൽ ഒരു വശം നമ്മളെന്തോരം ചുരിദാർ മോഡലല്ലേ തയ്ക്കുന്നത്, അപ്പോൾ അതേപോലെ ഷേപ്പ് തയ്ക്കണം. എന്നിട്ട് നമുക്ക് കണ്ടില്ലേ, ഇനി നമുക്ക് കഴുത്ത് വെട്ടണം. കഴുത്ത് ഡിസൈൻ കഴുത്താണെങ്കിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തതാണ്. ഡിസൈൻ കഴുത്ത് നമുക്ക് തയ്ക്കാം കേട്ടോ. ഇല്ല ഡിസൈൻ കഴുത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2.5-3 ഇഞ്ച് വിത്ത്, 2.5 ഇഞ്ച് വിത്ത് എടുത്തിട്ട് കഴുത്തിറക്കം എത്രയാണെന്ന് വെച്ചിട്ട് 6 ഇഞ്ച്, എന്നിട്ട് ഈ 2.5-ഉം 6 ഇഞ്ചും കൂടെ കറക്റ്റാಗಿ ഈ കോളത്തിലാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത്. നമ്മുടെ ഈ റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ചുരിദാർ മോഡലായതുകൊണ്ട് ക്യാൻവാസിൽ നമുക്ക് ഡിസൈൻ എടുക്കാം കേട്ടോ. ബാക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് ബാക്ക് ഇപ്പോൾ 4 ഇതേപോലെ എടുത്തിട്ട് ആ ഡിസൈൻ ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ വെട്ടണ്ടേ? ഇനി മാർക്കിംഗ് സ്ലീവ്. സ്ലീവ് വന്നേക്കുന്നത് 7.5 ഇറക്കം വന്നേക്കുന്നത്. എന്താ സ്ലീവ് വന്നേക്കുന്നത് 7.5. തേരുവശം ആയതുകൊണ്ട് നമുക്ക് മടക്കി തയ്ക്കണമെന്നില്ല. തേരുവശം ഇല്ലയെന്നുണ്ടെങ്കിൽ തുണി ഉണ്ടല്ലോ, മടക്കി തയ്ക്കാനും കൂടെ 1 ഇഞ്ച് കൂട്ടുക, 8.5 കേട്ടോ. തുണി ഉണ്ടായിട്ട് സാധാരണ ഇത്രയും കിട്ടത്തില്ല, വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഉള്ള തുണിയുള്ള അനുസരിച്ചെടുക്കണം. അപ്പോൾ 7.5 നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മടക്കി തയ്ക്കുമ്പം ഭംഗിയാണ്. ഓക്കെ, എന്നിട്ട് ഷോൾഡർ നമുക്ക് നമ്മുടെ കയ്യിറക്കം 7 7.5 1.5 ഇഞ്ച് 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ കൈക്കുഴി എടുത്തത് എത്രയായിരുന്നു? 7.5 അല്ലായിരുന്നോ? അപ്പോൾ ആ 7.5 കൂടെ നിങ്ങൾ സ്ലീവിൻ്റെ ഈ വണ്ണം കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 7.5-ഉം 2.5-ഉം കൂടെ ആകുമ്പോൾ 7.5-ഉം 2.5-ഉം കൂടെ ആകുമ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് 3 ഇഞ്ച് 3.5 ഇഞ്ചോ കൈക്കുഞ്ഞിനെ കുഴിച്ചു വെട്ടുക. കണ്ട 7-ഉം 2.5-ഉം കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ച് ഈ തുണി കൈയുടെ വണ്ണം എടുക്കുക. തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ വണ്ണം എത്ര വന്നേക്കുന്നത്? 7.5. അത് 7.5 ആണെന്ന് അല്ലേ, 4-ൽ 1 ഭാഗം.
എന്നിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് എടുക്കാം. കണ്ടോ? നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വണ്ണത്തിന് ആംബോൾ എത്രയാണെന്ന് വെച്ചാൽ കൈക്കുഴി എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2.5 കൂട്ടാൻ. നമ്മുടെ കൈക്കുഴി എടുത്തേക്കുന്നത് 7.5 ആയിരുന്നു. 2.5 കൂടെ കൂട്ടിയപ്പം 10 കിട്ടി. 10 എടുത്തിട്ട് ഇവിടെ 3.5 ഇഞ്ച് കുഴിച്ച് വെട്ടി. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് നമ്മൾ ബോഡിയുടെ ആംബോൾ കണ്ടില്ലേ, ഇതും കൂടെ നമ്മളെ ഷോൾഡർ ജോയിൻറ്റ് കണ്ടോ, ഇങ്ങനെ ചേർത്തടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ വരും. കണ്ടോ? ഒട്ടും ബാലൻസ് നിൽക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണ് ഇങ്ങനെ 2.5 വണ്ണം കൂട്ടിയിട്ട് ഷോൾഡറിൻ്റെ പിന്നെ കൈക്കുഴിയുടെ കൂടെ 2.5 കൂട്ടുന്നത് കേട്ടോ. അത് മനസ്സിലായല്ലോ? വേറൊരു കട്ടിങ് ഉണ്ട്, ഞാൻ കൈക്കുഴിയൊക്കെ കുഴിച്ചു വിട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ആംഹോൾ റൗണ്ടിൻ്റെ പകുതി എടുത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഇതാകുമ്പോൾ നിങ്ങൾക്ക് ലൂസ് കൂട്ടിയിട്ട് കൈക്കുഴിയുടെ 2.5 ഇഞ്ച് ലൂസ് കൂട്ടി കട്ട് ചെയ്താൽ മതി. ഇത് ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻറ്റർ. ഓക്കെ, നമുക്ക് അന്നേരം വെട്ടിക്കഴിഞ്ഞു. ഇത് എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സ്റ്റുഡൻറ്റിനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ ഇട്ടേക്കുന്നത്, എൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ കൂടെ ഇട്ടേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വരിക കേട്ടോ. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം മടക്കി വെക്കണം കേട്ടോ. മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം എടുത്ത് വയ്ക്കണം. ഇതാകുമ്പോൾ നമ്മൾ നെക്കൊക്കെ ക്യാൻവാസിൽ കട്ട് ചെയ്യണം.